പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം അത് വിവാദമായതാണ്. ഇന്ന് അദ്ദേഹം നിലപാട് ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ കക്ഷികൾ അപായ സൈറൻ മുഴക്കിയിട്ടും വിവാദ പ്രസ്താവന ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ വിഭവങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആദ്യ പരിഗണന നൽകുമെന്ന പ്രസ്താവനയാണ് പ്രധാനമന്ത്രി ഇന്നും ആവർത്തിച്ചത്. ഇന്നലെ പ്രതികരിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദൃശ്യങ്ങളും ഉള്ളടക്കവും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിഷയം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ കക്ഷികൾ. 21-ന് രാജസ്ഥാനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ വിവാദ പ്രസ്താവന നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധം തുടരുന്നതിനിടെ ഇന്ന് വീണ്ടും രാജസ്ഥാനിൽ അതേ പ്രസ്താവന. मैंने सत्य रखा देश के सामने। कांग्रेस आपकी संपत्ति छीनकर उनके खास लोगों को बांटने की गहरी साजिश रचकर बैठी है और पूरी कांग्रेस और इंडी गठबंधन में ऐसी भगदड़ मची है കഴിഞ്ഞ ദിവസം താൻ കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും. തന്റെ മിനിറ്റുകൾ മാത്രം നീണ്ട പ്രസംഗം ഇന്ത്യ മുന്നണിയെ ഭയപ്പെടുത്തി. നിങ്ങളുടെ സമ്പത്ത് കോൺഗ്രസ് കൊള്ളയടിക്കും, എന്നിട്ടത് ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകും. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഹനുമാൻ ചാലിസ കേൾക്കുന്നതുപോലും കോൺഗ്രസുകാർ വിലക്കിയെന്നും പ്രധാനമന്ത്രി. कांग्रेस के राज में अपनी आस्था का पालन करना भी मुश्किल हो जाता है और राजस्थान तो खुद इसका भुक्तभोगी रहा है। अब सीधी सीधी बात है, जब उनके पार्टी उनके सारे नेता प्रभु राम का मंदिर बने, प्रभु राम का प्राण प्रतिष्ठा का अवसर हो, मंदिर के लोग जाके रूबरू में आने के लिए निमंत्रण दे, सम्मान पूर्वक निमंत्रण दे और पब्लिकली उस निमंत्रण को ठुकरा दिया जाए तो उनके चेले चपाटे भी हनुमान चालीसा करने वालों को पीटेंगे कि नहीं पीट. പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ ആയിരക്കണക്കിന് പരാതികളാണ് എത്തിയത്. 20,000-ലധികം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മാത്രം എത്തിയിട്ടുണ്ട്. ആദ്യ ദിവസം പ്രതികരിക്കാതിരുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇടപെട്ടു. ദൃശ്യങ്ങൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇന്ന് പ്രതികരിച്ചത്. നരേന്ദ്രമോദി came to power on promise sabka saath sabka vikas, but he did not do sabka, he took sabka saath, he did not do vikas, but he did sabka satyanas. വിഷലിപ്തമായ വർഗീയ ധ്രുവീകരണത്തിനാണ് പ്രധാനമന്ത്രി ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുകയും പ്രത്യേക വിഭാഗത്തിന്റെ വികാരം കുത്തിയിളക്കത്തക്ക രീതിയിൽ വർഗീയ പ്രചരണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കള്ളപ്രചാരണങ്ങൾ പൊളിയുമെന്ന് മുസ്ലിം ലീഗും പ്രതികരിച്ചു. നടത്തിയിരുന്ന തെറ്റായ പ്രചാരണങ്ങളായിരുന്നുവെന്ന് ആൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ എന്തായിത്തീരും, നമുക്ക് അനുകൂലമായിട്ട് ഇവരെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അനുകൂലമായി മാറും. 2006-ൽ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു വാചകത്തിൽ നിന്ന് ആരംഭിച്ച വിവാദമാണ് 18 വർഷത്തിന് ശേഷം വീണ്ടും ചൂടുപിടിക്കുന്നത്. അന്ന് മൻമോഹൻ സിംഗ് പ്രസ്താവനയുടെ പൂർണ്ണരൂപം പ്രസിദ്ധീകരിക്കുകയും വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു. അതോടെ കെട്ടടങ്ങിയ വിവാദത്തിനാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോടെ വീണ്ടും തീപിടിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് 24.